തുല്യനീതിയാണ് ഞങ്ങൾ പറയുന്നത്, പക്ഷേ തുല്യത അല്ല എന്ന് പറയുന്നിടത്ത് അതിനൊരു വേറൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതൊരു പുതിയ തലമുറയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സന്ദേശമാണ്. ലീഗ് എപ്പോഴും പറയുന്നൊരു കാര്യം തുല്യനീതിയാണ്. കാരണം ഈ തുല്യത എന്ന് പറയുന്നത് ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് വന്നൊരു കാര്യമാണ്. ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വലിയൊരു ടേമാണ്. ആ ടേം നമ്മൾ ഈ പറയുന്ന സ്ത്രീ പുരുഷ പിന്നെ ഒരു കാര്യം മാത്രമല്ല. അതിനകത്ത് LGBTQIA എന്നൊക്കെ പറയുന്ന വലിയൊരു ടെർമിനോളജി ഉണ്ട്. LGBTQIA മാത്രമല്ല, പ്ലസ് ഉണ്ട്. അതൊക്കെ വലിയൊരു വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിനകത്ത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ മറവിൽ നമ്മൾ സദാചാര വിരുദ്ധമെന്ന് കരുതിയിരുന്ന, പ്രകൃതി വിരുദ്ധമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഒളിച്ചു കടത്താൻ വേണ്ടിയുള്ള വലിയ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. LGBT അവകാശങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് ജെൻഡർ പൊളിറ്റിക്സിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണെന്ന് ലീഗ് ഇപ്പോഴും കരുതുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ എത്ര പുരോഗമന വിരുദ്ധമാണെന്ന് പറഞ്ഞാലും ഈ സ്വവർഗരതി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. ഞങ്ങളത് വിശ്വാസപരമായിട്ട് തന്നെ ഞങ്ങൾക്ക് തെറ്റാണ്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല. ഞങ്ങളുടെ വിശ്വാസപരമായിട്ട് ഞങ്ങൾക്ക് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. വനിതാ പ്രാതിനിധ്യം അത് രണ്ടാമത് നിന്നാൽ മതി, ട്രാൻസ്ജെൻഡറുകൾ ഈ സൊസൈറ്റിയിൽ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട്, അത് അങ്ങനെ മുന്നോട്ട് പോകാൻ അതാണ് ഞാൻ പറഞ്ഞല്ലോ. ഈ LGBTQIA ഞങ്ങൾ എല്ലാ കാര്യങ്ങളെയും നിരാകരിക്കുന്നില്ല. അതിനകത്ത് ചില വസ്തുതകളുണ്ട്. ഇപ്പം ഇതൊരു മനോനിലയാണല്ലോ, തോന്നലുകളാണല്ലോ. ഇപ്പോൾ ട്രാൻസ്ജെൻഡറുടെ കാര്യത്തിൽ തന്നെ അവരുടെ തോന്നലാണ്, അവരുടെ ഫിസിക്കല്ല, അവരുടെ തോന്നലാണ്. ഇൻ്റർസെക്സ് ആണെങ്കിൽ നമുക്കറിയാം അവരുടെ തോന്നലല്ല, അവരുടെ ഫിസിക്ക് തന്നെ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതേ സമയത്ത് ഈ തോന്നലുകളെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? തോന്നലുകൾക്കനുസരിച്ച് ശരീരം മാറ്റുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ശരീരത്തിനനുസരിച്ച് തോന്നലുകളെ മാറ്റുകയാണ് വേണ്ടത്. ജനറൽ യൂണിഫോം നടപ്പിലാക്കുമ്പോൾ ബിന്ദു എന്താ പറഞ്ഞത്? ബിന്ദു പറഞ്ഞത് പിന്നെ ഹെറ്ററോ നോർമേറ്റീവായിട്ടുള്ള ഒരു സൊസൈറ്റിയെ പൊളിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. എന്ന് പറഞ്ഞാൽ പിന്നെ വർഗത്തോടുള്ള അനുരാഗം, അത് സ്വാഭാവികതയാണെന്ന പൊതുബോധത്തെയാണ് ഹെറ്ററോ നോർമേറ്റീവ് എന്ന് പറയുന്നത്. അതിനെ മാറ്റിയിട്ട് ക്യൂർ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോന്നലുകളെല്ലാം ശരിയാണ്. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് മൃഗരതിയെ അനുകൂലിക്കുന്നവരുണ്ട്, പീഡോഫിലിയെ അനുകൂലിക്കുന്നവരുണ്ട്, മരങ്ങളുമായി ഗതിയിലേർപ്പെടുന്നത് പോലും അനുകൂലിക്കുന്ന ആളുണ്ട്. നിങ്ങൾ LGBTQIA+ എന്താണെന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കണ്ടത്. ഇതൊന്നും അറിയാത്ത ആളുകൾ ഇതേക്കുറിച്ച് ഇതെന്തോ വലിയ പുരോഗമനവാദമാണ്, എന്നാൽ പിന്നെ ഞാനും അതിൻ്റെ കൂടെ വന്നാൽ ഞാനും പുരോഗമനവാദിയായി എളുപ്പത്തിൽ പുരോഗമനവാദിയാവാനുള്ളൊരു കാര്യം ഈ പറയുന്ന ടെർമിനോളജിയുടെ കൂടെ നിൽക്കലാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്.